ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ GTA 5 ഒരു അടിപൊളി മെഷീനായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതായത് തന്നെ ഗൈസ്, നമ്മൾ തംബ്ലൈനിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നൊരു എയറോപ്ലെയിൻ വെട്ടി വെച്ച് ഇടാൻ പോവാണ്. GTA 5 ഒരു വലിയൊരു എയറോപ്ലെയിൻ നമ്മൾ ഇന്ന് ഒരു മലയുടെ മണ്ടയ്ക്ക് കയറി എന്നിട്ട് കിട്ടില്ലനായിട്ട് ഇന്ന് സ്നൈപ്പ് ചെയ്ത് നമ്മൾ ഇന്ന് ആ എയറോപ്ലെയിൻ ഇടും. ആ എയറോപ്ലെയിൻ ഇടുന്നതിൻ്റെ കാരണവും എല്ലാം നമ്മൾ ഈ ഒരു മെഷീനകത്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഷോർട്സ് കാണുന്നവരാണ് ഡയറക്റ്റ് പോയി നമ്മുടെ ചാനലിൽ കയറുക, ഫുൾ വീഡിയോ കാണും, അതെടുത്ത് നോക്കുക ഗൈസ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിലും ഇതിനു മുന്നേ നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിലും ഉറപ്പായിട്ട് എടുത്തു പോയി നോക്കുക ഗൈസ്. ഇപ്പോഴത്തെ GTA 5 ഓരോ മിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. നമ്മുടെ PC-യിൽ ഓടുന്ന ഗെയിംസ് ആണെങ്കിൽ ഉറപ്പായിട്ടും, അതായത് എൻ്റെ ഈ ഒരു PC-യിൽ സ്പെക്ക് അനുസരിച്ച് ഓടുന്ന ഒരു 6GB റാമിൽ ഓടുന്ന ഗെയിംസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. ഇത് ഏത് വണ്ടിയാടാ ഇത്? ഇടിച്ച് തെറിച്ചങ്ങ് പോയാലോ. സീറ്റ് ബെൽറ്റ് ഒന്നും ഇവന് ഇട്ടില്ലെന്ന് തോന്നുന്നു. ഇതിനൊരു സേഫ്റ്റി ഇല്ല. അതേ വണ്ടി ഫുൾ പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ റിക്കവർ ചെയ്തെടുക്കാം ഗൈസ്. ഈ ഒരു വണ്ടി വരുമ്പോൾ ഇലക്ട്രിക് വണ്ടി പോലൊക്കെയാണ്. എന്തായാലും ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിത് നമ്മുടെ മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഒടുക്കത്തെ ഒരു വലിയൊരു വീടാണ് കേട്ടോ, മുട്ടനൊരു വീടാണ് ഗൈസ്. ഏതോ ഒത്തിരി കാശുള്ളവനാണ് എന്തായാലും ഗൈസ്. ഓ, നമ്മുടെ പ്രാന്തം വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇച്ചിരി കിറുക്കാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് നമ്മൾ വീണേൻ്റെ കൈയൊക്കെ മുറിഞ്ഞത് ഇപ്പോഴും ആ ഒരു ഗെയിമിൽ കാണിക്കുന്നുണ്ട്, ആ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നുണ്ട് ഗൈസ്. ഉണ്ടോ, നമ്മൾ ആ വണ്ടി ഇടിച്ച് തെറിച്ച് വെളി വീണില്ലേ, അതൊക്കെ ഇപ്പോഴും ആ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നുണ്ട്. എടുത്ത് അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ഉണ്ട് ഗൈസ്, അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. അത് പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്ത് വീടിനകത്ത് കാണും. അതെ, രണ്ട് കൈയൊക്കെ പിടിച്ച് ഇരിപ്പുണ്ട്. ഇവൻ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ഗൈസ്. ഇവൻ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. ഇവനാണെങ്കിൽ ഓരോ വള്ളി പിടിച്ചുകൊണ്ട് വരും, എന്നിട്ട് നമ്മളതെല്ലാം പോയി ചെയ്യണം ഗൈസ്. അതാണ് ഇതിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇവൻ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. നമ്മൾ ഇന്ന് ഇവന് വേണ്ടിയാണ് ആ ഒരു എയറോപ്ലെയിൻ വെടി വെച്ചിടാൻ പോകുന്നത്. പക്ഷേ ഗൈസ്, സത്യം പറയാമല്ലോ, ഒരു അടിപൊളി മെഷീനാണത് ഗൈസ്. അത് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ നോക്കണം ഗൈസ്. സെറ്റാണ്, സത്യം പറയാൻ സെറ്റാണ്. നിങ്ങൾ എന്തായാലും ഫുൾ വീഡിയോ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക ഗൈസ്. സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. പിന്നെ ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ പറയാം, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും പറയാം, മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് മെഷീൻ എന്താണെന്ന് നോക്കാം ഗൈസ്. പുള്ളി എന്തോ വലിയ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്, എന്തോ ആണ് നമുക്കൊരു പിടിയില്ല. കാരണം നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാരാണ് ഗൈസ്? ഗൈസ്, അതാരാണ് ഗൈസ്? ഇവൻ ആരാണ്? ഇനി അവനാണ് ഇനി ആ പ്ലെയിനിലുള്ള, എനിക്ക് അറിഞ്ഞുകൂടെ ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്താ സംഭവം. പക്ഷേ ഗൈസ്, പുള്ളി എനിക്ക് തോന്നുന്നൊരു ഹോഴ്സ് ലവർ ആണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ കുതിരയുടെ ഫോട്ടോ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, പുറയിലൊക്കെ കുതിരയാണ്. അതുകൊണ്ട് അതിൻ്റെ പുറയിലൊരു കുതിര ഇരിക്കുന്നു. ഇഷ്ടം പോലെ കുതിരയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഗൈസ്. പുള്ളിക്കാരത്തി ഒരു പെഗ്ഗൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. ഓ, പുള്ളി ടോക്സിക്കാണ്. എനിക്ക് ടോക്സിക് ആണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി കലിപ്പനായി വരുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മളോട് പറഞ്ഞേക്കുന്ന ഒബ്സർവേറ്ററി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാനാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. അങ്ങോട്ട് പോകാൻ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നില്ലേ ഉള്ളായിരുന്നു. എന്നിട്ട് അതെന്ത് ഗൈസ്? അവൻ്റെ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അവനങ്ങ് പോയി. നമുക്ക് ചീറ്റ് കോഡ് അടിക്കാം ഗൈസ്. ചീറ്റ് കോഡ് ഇവിടെ വർക്കാവുന്നില്ല ഗൈസ്, ഇവിടെ വർക്കാവുന്നില്ല. ഇച്ചിരി ഇവിടെ ഇറങ്ങി എന്നിട്ട് അടിച്ചു നോക്കാം അല്ലേ. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഒന്ന് അടിച്ചു നോക്കാം ഗൈസ്. ഇവിടെ വർക്കാവുന്നില്ല. ഓ ഷിറ്റ് ഗൈസ്, ഇവിടെ ഒന്നും വർക്കാവുന്നേ ഇല്ല. ചീറ്റ് കോഡ് ഒന്നുകൂടെ അടിച്ചു നോക്കാം. ഗൈസ്, ചീറ്റ് കോഡ് വർക്കാവുന്നില്ല. അതെ, വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വണ്ടി വരുമോ? പെണ്ണുമ്പിള്ളയോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ തന്നെ അവരിറങ്ങിയിട്ട് എന്തൊരു അനുസരണം ഗൈസ്. അവർക്ക് നല്ല അനുസരണം നമ്മൾ ഇരുത്തിയായിരുന്നു.
ഓക്കെ, അവരെ ഒന്ന് ഇടിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ അവർക്ക് സങ്കടം ആവത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമുക്കിനി മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് പോകണം ഗൈസ്. ഏകദേശം മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് 2 കിലോമീറ്റർ എങ്ങാണ്ടാണ് ഇതിൽ കാണിക്കുക. ഇതിൽ 2 മൈൽ, എനിക്കൊന്ന് 1.90 മൈൽ എന്നാണ് പറയുന്നത്. 1.90 മൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എനിക്കൊന്ന് കിലോമീറ്റർ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന്, അത്രയും ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി നേരെ മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് പോകാം. എന്നാലല്ലേ കാര്യമുള്ളൂ, എന്നാലേ നമുക്ക് അറിയത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ട്രാവൽ ചെയ്യുന്നത് ഫുള്ള് കാണിക്കാതെ നമ്മൾ വീഡിയോ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് എന്താവും ഗൈസ്. ട്രാവൽ ചെയ്ത് കാണിക്കാതെ കാര്യമായി കേട്ടോ. ഇഷ്ടം വണ്ടി എല്ലായിടത്തും ഇടിച്ചിട്ടാവുന്നത്, എല്ലായിടത്തും. ഇനി ഇടിക്കാൻ എങ്ങുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഗെറ്റ് ഇൻ ദ വാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു വാൻ കിടപ്പുണ്ട് ഗൈസ്. എവിടാന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാ ഒളിപ്പിച്ചിട്ടേക്കുന്നു ഗൈസ്. ഇവിടെ വാനൊക്കെ ഇവിടെ ഒളിപ്പിച്ചിട്ടേക്കാണ്. അതിൻ്റെ ഒരു പുറശമൊക്കെ തുറന്നിട്ടേക്കുന്നു. ഓക്കെ, നമ്മൾ വാന് കയറി. ഓ ഗൈസ്, ഇവിടെ ഗണ്ണൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ എല്ലാം ലോഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, നമ്മുടെ മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈഫിൽ മൂവ് ചെയ്യും. അങ്ങനെയാണ് സംഭവം ചെയ്തേക്കുന്നത്. കിട്ടില്ലെന്നൊരു സ്നൈപ്പർ പോലത്തെ എന്തോ സംഭവമാണ് ഗൈസ്. വിൻഡ് ഡയറക്ഷനൊക്കെ ഉണ്ട് സൈഡിൽ. അപ്പം നമ്മൾ കാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഷോട്ട് അവിടെ കൊടുക്കാൻ, അല്ലെങ്കിൽ ഗൈസ് ഒന്നും നടക്കൂല. ഓക്കെ, നമുക്ക് ഓക്കെ ഷോട്ട് കൊടുക്കേണ്ട സ്ഥലം തൊണ്ട റെഡാണ്. ഒരു ഷോട്ട് കൊടുത്തു ഗൈസ്, ഒന്നും കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം കൂടെ കൊടുക്കണം. നമ്മുടെ കറക്റ്റ് എയറോപ്ലെയിൻ്റെ ഫാനിലാണ് നമ്മൾ കൊടുക്കുന്ന ഷോട്ട്. ഇതേ കണ്ട, അവിടെ കറക്റ്റ് ഡയറക്ഷനാണ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ഷോട്ടും കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതും കൊണ്ടു ഗൈസ്. മൂന്നാമത്തെ ഷോട്ട് കൊടുത്തേട്ടാ. ഓക്കെ, അവരുടെ ഒരു പ്ലെയിൻ്റെ ഒരു ഫാൻ ഫുള്ള് പോയിട്ടുണ്ട് ഗൈസ്. ദേ നമ്മുടെ പ്ലെയിൻ അങ്ങോട്ട് ഇപ്പം ലാൻഡ് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. ഓ, നമ്മുടെ മച്ചാൻ ദേ സ്കൂട്ടറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ തകർക്കും ഗൈസ്. ഇവിടെ നിന്ന് പൊളിച്ചൊരു പോക്ക് പോകും ഗൈസ്. ഇവിടെ എല്ലാം ഓഫ് റോഡാണ് കേട്ടോ. ഈ വഴി ഫുൾ ഓഫ് റോഡാണ്. കൊള്ളാമല്ലോ ഗൈസ്. ഇത്രയും നാളായിട്ട് ഞാൻ ഈ ഗെയിം കളിക്കും. ഈ വഴിയൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ രസമുണ്ട് കേട്ടോ. ഇല്ല, ഇതുവഴി പോകാൻ നല്ല രസമുണ്ട് ഈ ഒരു ബൈക്കിൽ ഗൈസ്. പറ്റിയ ബൈക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. കിടിലൻ ബൈക്കാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഓ സ്ലോ മോഷൻ ഗൈസ്. കൊള്ളാം, അത് കൊള്ളാം. കാരണം ആ ഒരു സമയമൊക്കെ ആയപ്പം അങ്ങ് ചാർജായി. അതാണ് സംഭവം. നമ്മളിങ്ങനെ ചാടുമ്പോൾ 2 സൈഡിൽ നിന്നും പോകുമ്പോൾ പൊട്ടും. ആ ഒരു സംഭവം കയ്യെന്ന് വരുന്നു ഗൈസ്. എന്താ അല്ലേ, അങ്ങ് ചാർജായി ചിക്കൻ ഗൈസ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. ഈ വഴി ഉള്ള, പക്ഷേ അങ്ങനെ ഓപ്പോസിറ്റൊക്കെ ഒരു വണ്ടി വന്ന് ഇടിച്ചാൽ തീർന്ന്. അങ്ങനെ ഇടിക്കത്തില്ലായിരിക്കും. നമ്മളിനി എങ്ങോട്ട് പോകും ഗൈസ്? പ്ലെയിൻ അങ്ങ് പോയി. ഓ ഇല്ല, നമ്മൾ പ്ലെയിനെ വെച്ച് പിടിക്കുകയാണ്. നമ്മൾ പ്ലെയിനെ വിടൂല ഗൈസ്. നമ്മൾ പ്ലെയിനിൻ്റെ പുറകെ വെച്ച് പിടിക്കുകയാണ് ഗൈസ്. നമ്മൾ വിടത്തില്ല ഗൈസ്. ഇതേ പ്ലെയിനങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് ലാൻഡ് ചെയ്യാൻ സ്ഥലമില്ലാത്ത പോലെ പുള്ളി ഇത് എവിടെ കൊണ്ടുപോകണം. എന്തായാലും പ്ലെയിനിൻ്റെ ഫാൻ പൊട്ടി, ഉറപ്പായിട്ടും പ്ലെയിൻ താഴുകയും ചെയ്യും. പുള്ളിക്ക് അടുത്തൊരിടത്തങ്ങ് ലാൻഡ് ചെയ്യിച്ചൂടെ. പുള്ളി ചുമ്മാ എന്ത് കാണിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകെ വെച്ച് പിടിക്കുകയാണ് ഗൈസ്. പ്ലെയിൻ പോയെന്ന് തോന്നുന്നു. ഓ തോണ്ട് നമ്മൾ വിടൂല കേട്ടോ. നമ്മൾ പുറകെ വെച്ച് പിടിക്കുക. എന്തായാലും ആ പ്ലെയിൻ എവിടെ വീഴുന്നത് അവിടെ ചെന്നേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഗൈസ് ഉറപ്പായിട്ടും തോക്കും. ഓ, നമ്മൾ നെക്സ്റ്റ് ഗൈസ്. ഓ കൊള്ളാം കേട്ടോ, കിടില് ഗൈസ്. നമ്മൾ ട്രെയിനകത്ത് കയറാൻ നോക്കിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ട്രെയിനകത്ത് കയറി ഓടിക്കുന്നിടത്ത് കയറാൻ പറ്റുന്നില്ല ഗൈസ്. കുറേ നോക്കിയാൽ ഓടിക്കുന്നിടത്ത് മാത്രം കയറാൻ പറ്റുന്നില്ല. ബാക്കി നമ്മൾ കയറിയായിരുന്നു ഗൈസ്. നമുക്ക് വെടി വെക്കണ്ട, അല്ലെ മെഷീൻ ചിലപ്പോൾ ഫെയിലാവും, പറയാൻ പറ്റില്ല. ഇതെന്ത് വലിയൊരു വണ്ടി ഗൈസ്. ആ വണ്ടി ഉള്ളായിരുന്നു കേട്ടോ, അതെടുക്കണ്ടായിരുന്നു ഗൈസ്. നമ്മളിപ്പോൾ മെഷീനിലല്ലായിരുന്നു ഉറപ്പായിട്ട് ഞാൻ ആ വണ്ടി എടുത്തേരും. കാരണം അത്രയും വലിയൊരു വണ്ടിയായിരുന്നു അത്. പക്ഷേ അതൊന്നും ഓടിച്ചു നോക്കിയിട്ടില്ല ഗൈസ്. ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം, വീണ്ടും ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം ഗൈസ്. എന്നിട്ട്
എന്താ അങ്ങനത്തെ വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് ഓടിച്ചൊക്കെ നോക്കണം. ഇതേ നമ്മുടെ പ്ലെയിന് ഗൈസ്, ഇതെന്താടാ വീഴാത്തേ? ഇത് കുറേ ദൂരം വന്നല്ല, ഇത്രയും ദൂരം വന്നിട്ട് ഇതെന്താ വീഴാത്തേ? ഗൈസ് വീണ് 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 കേട്ടാ, വീണ് വീണ് ആ വീണ് വീണ് വീണ്. ഓ ലാൻഡായി ഗൈസ്. പ്ലെയിനൊക്കെ ഓടിച്ചാനൊക്കെ ഒന്ന് ചാർജ് ആയിട്ടുണ്ട്. ഓ ഓക്കെ, നമ്മൾ ഏതൊക്കെ തോടിൻ്റെ ഒക്കെ മണ്ടക്കൂടൊക്കെ പറന്നാണ് പോകുന്നത് ഗൈസ്. നമ്മളെ പ്ലെയിൻ മുഴുവൻ കത്തി പിടിച്ചിട്ടുണ്ട്. ആരാടാ നീ? ഷോട്ട് കൊടുത്താലോ ഗൈസ്? ഷോട്ട് കൊടുത്തേക്കല്ലേ. ഓ അവൻ തോക്കെടുക്കുന്നവൻ ഗൈസ്. നമ്മളങ്ങ് ചാർജ് ആയിട്ടുണ്ട്. ഇതേ പ്ലെയിൻ്റെ പൈലറ്റാന്ന് തോന്നിയിരിക്കുന്നത് ഗൈസ്. ഇവനെയൊക്കെ എടുത്ത് മാറ്റം അവിടെ. പോരാ കേട്ടോ, പ്ലെയിൻ ഓടിക്കുന്നതൊന്നും പോരാ. പുള്ളിക്ക് ഓടിക്കാനൊന്നും അറിഞ്ഞുകൂടാ. പുള്ളി ഓടിച്ചായിരുന്നെങ്കിൽ നല്ലപോലെ ഓടിച്ചായിരുന്നു ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു. നമ്മൾ ഇതേ മച്ചാനെ വിളിച്ചിട്ടുണ്ട്, നമ്മുടെ മൈക്കിൾ മച്ചാനെ വിളിച്ചിട്ടുണ്ട്. ഇനി എന്താണ് നടക്കുന്നത്? അവിടെ ഇനി എന്തുവായി ഒരു പിടിയില്ല. നമുക്ക് എന്താണെന്ന് നോക്കാം അവിടെ ഗൈസ്. പുള്ളിക്ക് ഇത് കിട്ടി കേട്ടോ, ഒറ്റ ഒരു ഷോ കേസിന് വേണ്ടിയായിരുന്നു പുള്ളി ആ പ്ലെയിൻ മുഴുവനോടങ്ങ് എടുത്ത്. എന്തൊരു മൈൻഡല്ലേ ഗൈസ്. നമുക്ക് നോക്കാം ഇനിയിപ്പോൾ അവിടെ എന്തായെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ മൈക്കിളുടെ അടുത്തോട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മൈക്കിളായിട്ടുണ്ട് വേഗം ഗൈസ്. നമ്മളിതേ മൈക്കിളായി. മൈക്കിൾ ഇവൻ വണ്ടിക്കകത്തിരിക്കുന്നേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഇനി ഈ ഏരിയയിൽ നിന്ന് ഇനി വിട്ടുപോകണം. ഓക്കെ, നമ്മൾ ഗ്രില്ലൊക്കെ ഇടിച്ച് പൊട്ടിച്ച് ഗൈസ്. ഇത് ഏതോ ഒരു മലയുടെ മണ്ടയാണ് കേട്ടോ. നമ്മൾ ആ സ്നൈപ്പ് ചെയ്തപ്പോൾ കണ്ടില്ലേ, ആ വിൻഡ് ഡയറക്ഷനൊക്കെ നോക്കി അപ്പോൾ പ്ലെയിൻ വരുന്നതിന് മുന്നേ ഷോട്ട് കൊടുത്ത് അങ്ങനെയാണ് ഗൈസ് ചെയ്തത്. ഡിസ്ട്രോയ് ചെയ്ത വാനാണ്. അപ്പോൾ നമുക്കിനി ഈ വലിയൊരു വണ്ടി നശിപ്പിക്കണം ഗൈസ്. പക്ഷേ ഇത് നശിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, നല്ലൊരു വണ്ടിയായിരുന്നു. ഓക്കെ, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഡിസ്ട്രോയ് ചെയ്യാം. ഇതേ പെട്രോള് ഗൈസ്, ഇതിൽ വണ്ടിയുടെ അടുത്ത് നല്ലപോലെ ഒഴിച്ചേക്കാം. വണ്ടി മുഴുവൻ കത്തണം ഗൈസ്. അത്ര ഒഴിച്ചാൽ മതി. വണ്ടിയിൽ തന്നെ കത്തിക്കോളും നമുക്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വണ്ടി ഇപ്പോൾ പൊട്ടിത്തെറിക്കുമായിരിക്കും. നമുക്ക് നോക്കാം, തീ കൊടുത്തിട്ട് എന്തോ ആയി നോക്കാം ഗൈസ്. ഓക്കെ, ഇത് തീ കത്തി വരുന്നേ ഉള്ളൂ. വണ്ടിക്ക് തീ പിടിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ടയർ മാത്രമേ കത്തിയുള്ളൂ. ടയറൊക്കെ ഇതായിട്ടുണ്ട്, പഞ്ചറായി. തീ നിന്ന് ഗൈസ്, തീ നിന്ന് ഗൈസ്. തീയൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ. ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പോൾ പടപടയെന്ന് തീരും ഗൈസ്. അവർ ഫസ്റ്റ് നമുക്ക് ആ സംഭവം തന്നുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്തത്. അല്ലാതെ ഫസ്റ്റിലെ നമുക്ക് എപ്പോഴേ തീർത്തേനെ നമ്മൾ. ഓക്കെ, നമ്മളെ വണ്ടി ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ചീറ്റ് കോഡ് ഉപയോഗിക്കാനേ പറ്റുന്നില്ല. ഇനി മിഷനായതുകൊണ്ടാണോ ചീറ്റ് കോഡ് ഉപയോഗിക്കാൻ പറ്റാത്തത്? ഓക്കെ, നമുക്ക് ചീറ്റ് കോഡ് ഉപയോഗിക്കാൻ പറ്റി ഇപ്പം. പക്ഷേ ആ വണ്ടി മാത്രം എന്താ പറ്റാത്തത് ഗൈസ്? അത് മാത്രം ഒക്കുന്നില്ല. നോക്കാം ഗൈസ്, വേറെ വണ്ടി വരുന്നുണ്ടോ നോക്കാം. ഫ്രോഡ് ഇല്ല ഗൈസ്, പറ്റുന്നില്ല ഗൈസ്. വേറെ വണ്ടി വരുന്നുണ്ടോ നോക്കാം. ഇനിയിപ്പോൾ അതേ നടക്കൂ. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അവിടെ പോയിട്ട് അവിടെ അല്ല നിൽക്കാം. ഇതൊരു പോയിൻ്റ് അല്ലേ, ഈ ഒരു പോയിന്റിൽ എവിടുന്നേലൊക്കെ വണ്ടി വരുമായിരിക്കും ഗൈസ്. ഫയർഫോഴ്സ് അവിടെ തീയണയ്ക്കാൻ പോകാൻ തോന്നുന്നു ആ കാട്ടിൽ. ഇനി ഇവന്മാരെങ്ങനെ അറിഞ്ഞ് ഗൈസ്? കൊച്ചെന്നെ വണ്ടി ഇടിച്ചേട്ടാ, അവളെന്നെ വണ്ടി കൊണ്ട് ഇടിപ്പിച്ച്. ഇനി നമുക്ക് ആ വണ്ടി സ്വന്തം. വേണ്ട, അവർ പോകുന്നു. ഫയർഫോഴ്സ് ഒന്നും പോയിട്ടൊരു കാര്യമില്ല. ഇനി എങ്ങനെ അവിടെ ചെല്ലാനാ? ഞാനൊക്കെയാണ് ഏതോ മണ്ടയ്ക്കൊക്കെ കൊണ്ടിട്ടാ കത്തിച്ച് വണ്ടി. അവന്മാരോടൊക്കെ പോകാൻ പറ ഗൈസ്. അവനെ കൊണ്ടൊന്നും നടക്കൂല, അവനെ കൊണ്ടൊന്നും. എന്താണ് ഗൈസ്, ഇതെന്ത് പറ്റി? വണ്ടി പോയി. വണ്ടി നേരെയായി കേട്ടാ. നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നു അവന്മാർ. നമ്മൾ വിടുമോ? നമ്മൾ വിടത്തില്ല ഗൈസ്, നമ്മൾ വെച്ചറിയും.
ഈ വണ്ടി പോരാ കേട്ടോ, കൊള്ളത്തില്ല, ഒരു സുഖമില്ല ഈ വണ്ടി ഓടിക്കാൻ. ഇവനൊക്കെ എന്തിന് ഇത്ര ഷോ കാണിച്ച് വണ്ടി നിർത്തുന്നത്? ഞാൻ മര്യാദയ്ക്ക് വണ്ടി കൊണ്ടൊക്കെ പോകത്തില്ലേ? എന്തൊരു ഷോ അവന്മാർക്കൊക്കെ. നമ്മൾ വരുമ്പോഴത്തേലും വേഗം ഒന്ന് ഷോ കാണിച്ച്, നൈസായിട്ടൊരു അബദ്ധമൊക്കെ പറ്റും. അതൊക്കെ അങ്ങനെയൊക്കെ ക്യാമറയൊക്കെ ചേഞ്ച് ആകുമ്പോൾ ചെറുതായിട്ട് വണ്ടി ഇടിച്ചെന്നൊക്കെ ഇരിക്കും. ഗൈസ് നമ്മൾ വണ്ടി അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്, റിപ്പയർ ചെയ്ത് ചീറ്റ് കോഡൊക്കെ അടിച്ച് അപ്പോഴേ വണ്ടി അങ്ങ് സെറ്റ് ചെയ്ത് നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല. ഗൈസ് നമ്മുടെ വണ്ടിയുടെ സ്പീഡോമീറ്റർ ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ 80 പോകുന്നത്. ഗൈസ് എന്തായാലും നമ്മൾ 100 അടിപ്പിക്കും. 120 നമ്മൾ കയറ്റാൻ നോക്കാം ഗൈസ്. 120 നമ്മൾ വണ്ടി കയറ്റും. ഇറക്കമാണ് ഗൈസ്, കത്തിക്കാം. ചിലപ്പോൾ 120 കയറിയാലോ ഗൈസ്. 120 കയറി ഗൈസ്, കയറി 120 കയറിയിട്ടുണ്ട്. അത്രേ കയറിയിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ഇറങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്പീഡോമീറ്റർ ഒന്നും കാണിക്കുന്നുമില്ലല്ലോ. സ്റ്റിയറിംഗ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഗൈസ് എന്തായാലും നമുക്ക് നേരെ ഇനിയും മിഷൻ നടക്കുന്ന ആ ഒരു ഏരിയയിലോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ ഗൈസ്. ഇനി അവിടെ ഇനി എന്തുവാണോ എന്തോ ഗൈസ്, കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. നമ്മുടെ മിഷൻ തീർന്നെന്നാണ് തോന്നുന്നത് ഗൈസ്. ഏതെങ്കിലും ഗെയിംസ് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് വെക്കുക. ഏകദേശം ഒരു 6 GB റാമിൽ കളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഗെയിംസ് വേണം കമൻറ്റ് ചെയ്ത് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ മിഷൻ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മച്ചാനൊക്കെ ഇവിടെ നേരത്തെ വന്നിരുന്ന്, മറ്റവൻ എന്ത് ചെയ്യുന്നതാ ഗൈസ്? അവനല്ലേ പ്ലെയിനിൽ ഇത് എടുക്കാൻ പോയത്, അവനെ കാണുന്നില്ലല്ലോ. അവൻ വന്നു കേട്ടോ. ഈ വണ്ടി കൊള്ളാം അല്ലേ ഗൈസ്? ഇതിൽ ഈ ഒരു വണ്ടി കൊള്ളാം, രസമുണ്ട് കാണാൻ. വന്ന വരവൊക്കെ ആ ഒരു ഇൻട്രോയും ഒക്കെ കൊള്ളായിരുന്നു, സെറ്റായിരുന്നു. അപ്പം ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഏതെങ്കിലും ഗെയിംസ് വേണേൽ പറയാം, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ഓക്കെ, ബായ്.